നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് റിയാക്ട് ജെഎസിലെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്, അതിൻ്റെ ഉപയോഗം എന്താണ്, എന്നിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. റിയാക്റ്റിൽ തീം സ്വിച്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ വെബ്സൈറ്റിലും തീം സ്വിച്ച് ചെയ്യുമല്ലോ, ഡാർക്ക് ലൈറ്റും. ആ തീം സ്വിച്ചിങ്ങിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എന്താണെന്ന് പഠിക്കാം. ഇപ്പം ഞാൻ സ്വിച്ച് ടു ഡാർക്ക് മോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായി? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കറുപ്പായി, ടെക്സ്റ്റ് കളർ എന്തായി? വെള്ളയായി. ഇതാണ് തീം സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് കണ്ട സ്വിച്ച് ടു ലൈറ്റ് മോഡായി. ഇപ്പോൾ ലൈറ്റ് മോഡ് ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ എന്തായി? ലൈറ്റ് മോഡിലേക്കായി. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി 1080pയിലോട്ടോ 720pയിലോട്ടോ സ്വിച്ച് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം ഏതൊരു സംഭവവും പ്രോഗ്രാമിങ്ങിൽ ആദ്യം അതിൻ്റെ പേര് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പേര് യൂസ് കോണ്ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തിട്ട ഡേറ്റ നമുക്ക് ഏത് കമ്പോണൻറ്റിൽ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയും. ഈ പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കമ്പോണൻറ്റിലെ ഒരു പേരൻ്റ് കമ്പോണൻറ്റിൽ നിന്നും ചൈൽഡ് കമ്പോണൻറ്റിലേക്ക് നമ്മൾ പ്രോപ്പ് പാസ് ചെയ്യുന്നു. ആ ചൈൽഡ് കമ്പോണൻറ്റിന് പിന്നെയും ചൈൽഡ് കമ്പോണൻറ്റ് കാണും, അതിലോട്ട് പ്രോപ്പ് പാസ് ചെയ്യുന്നു. അങ്ങനെ പ്രോപ്പ് വഴി ഇങ്ങനെ താഴോട്ട് പേരൻറ്റിൽ നിന്നും ചൈൽഡ്, ആ പേരൻറ്റിൽ നിന്നും ചൈൽഡ്, അങ്ങനെ പ്രോപ്സിനെ പാസ് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നതിനാണ് പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പ് വഴി ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത്. യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പേരൻറ്റിൽ നിന്ന് ചൈൽഡ്, ആ ചൈൽഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡ്, അതിൻ്റെ ചൈൽഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡ്, അങ്ങനെ താഴോട്ട് ഇങ്ങനെ പ്രോപ്പ് കൊടുത്ത് പോകുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് കോണ്ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോപ്പ് വഴി പാസ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ട് വയ്ക്കും. കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഡേറ്റ ഇട്ടാൽ അതിനെ ഡയറക്റ്റ്ലി എവിടെ വേണേലും നമുക്ക് എടുക്കാൻ പറ്റും ആ ഡേറ്റ. അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്ന ഡേറ്റയെ ഡയറക്റ്റ്ലി എവിടെ വേണമെങ്കിലും എടുക്കാൻ സഹായിക്കുന്ന ഹുക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ? കോണ്ടെക്സ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും അതിൽ ഡേറ്റ ഇടാനും ആ ഡേറ്റയെ ഏത് കമ്പോണൻറ്റിലും ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനും സഹായിക്കുന്നതാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറച്ച് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം വീഡിയോ ടോട്ടലായിട്ട് കാണുക. റിയൽ ലൈഫ് യൂസ് വരുന്നത് തീം സ്വിച്ചിങ്ങും മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടുമാണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് തീം സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഏത് തീമാണ് വെബ്സൈറ്റിൽ എന്നുള്ളത് നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഇട്ട് വയ്ക്കും. അതേപോലെ തന്നെ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടുണ്ട്. ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് സപ്പോർട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് കറൻ്റ്ലി യൂസർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഇട്ട് വയ്ക്കും. അത് നമുക്ക് എല്ലാ കമ്പോണൻറ്റിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് കാര്യം നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ SRCക്കകത്തൊരു പുതിയ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. തീം കോണ്ടെക്സ്റ്റ് .jsx എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫയലിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് റിയാക്റ്റിൻ്റെ അകത്ത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റും പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് സ്റ്റേറ്റ് ഹുക്കും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് എക്സ്പോർട്ട് കോൺസ്റ്റ് തീം കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ തീം കോണ്ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു.
ഇനി ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവൈഡർ കമ്പോണൻറ്റ് നമുക്ക് ഉണ്ടാക്കണം. അതിനെ നമുക്ക് തീം പ്രൊവൈഡർ എന്ന് വിളിക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചിൽഡ്രൻ എന്നും പറഞ്ഞ് കൊടുക്കണം. ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത്, ഈ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു റാപ്പിംഗ് കമ്പോണൻ്റ് ആണ്. ഈ റാപ്പിംഗ് കമ്പോണൻറ്റ്, റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കാര്യത്തിൻ്റെ മേളിൽ നമ്മൾ ചുറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അതിനാണ് റാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കമ്പോണൻറ്റുകളെയും ഈ തീം പ്രൊവൈഡർ വെച്ചിട്ട് നമ്മൾ ചുറ്റും. അതായത് തീം പ്രൊവൈഡറിൻ്റെ അകത്തായിരിക്കും ബാക്കി കമ്പോണൻറ്റുകൾ വരുന്നത്. അപ്പോഴേ ആ കോണ്ടെക്സ്റ്റ് എല്ലാ കമ്പോണൻറ്റിനും അവൈലബിൾ ആകത്തുള്ളൂ. ഈ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തീം പ്രൊവൈഡർ കമ്പോണൻറ്റിൻ്റെ താഴെ വരുന്ന കമ്പോണൻറ്റുകളെയാണ്. ഇനി ഇവിടെ നമുക്ക്, അതായത് ഇപ്പം ഡാർക്ക് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഫോൾസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്കിവിടെ ഒരു ഫങ്ഷൻ എഴുതാനുണ്ട്, ടോഗിൾ തീം എന്നും പറഞ്ഞു. അതായത് തീം നമ്മൾ സ്വിച്ച് ചെയ്യണമല്ലോ. ടോഗിൾ തീം എന്ന് നമ്മൾ കൊടുക്കുന്നു. സെറ്റ് ഈസ് ഡാർക്ക് നോട്ട് ഓഫ് ഈസ് ഡാർക്ക്. ഈ നോട്ട് ഓഫ് ഈസ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈസ് ഡാർക്ക് എന്തോ ആണോ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ. ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും, ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും. കാരണം ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടും ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടും നമുക്ക് ബാക്ക് ടു ബാക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ ടോഗിൾ തീം എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. നമ്മൾ ആ ഫങ്ഷൻ്റെ ഇത് കൊടുത്തില്ല. ടോഗിൾ തീം എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. ഇപ്പോൾ കറക്റ്റായി, ഇത് ഫങ്ഷനാണ്. ഇനി നമുക്ക് ഇവിടെ തീം എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ഈസ് ഡാർക്കും ഈ ടോഗിൾ തീം എന്ന് പറയുന്ന ഫങ്ഷനും കൊടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ ചെയ്യാനുള്ള സംഭവം റിട്ടേൺ ചെയ്യാം. ഈ ഒരു തീം കോണ്ടെക്സ്റ്റ് ഇല്ലേ, തീം കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ എന്ന് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തോ വരുന്നത്, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊവൈഡറിൻ്റെ അകത്ത് വരുന്ന വേറെ കമ്പോണൻറ്റുകളാണ് ചിൽഡ്രൻ. ഓക്കെ. എന്നിട്ട് ഇതിലെ വാല്യൂവിലേക്ക് ഈ തീം നമ്മൾ പാസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് നോക്കിക്കോണം. നമ്മൾ തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ തീം കോണ്ടെക്സ്റ്റ് തൊട്ട് പ്രൊവൈഡറിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈസ് ഡാർക്കും ഉണ്ട്, ടോഗിൾ തീം എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. ഈസ് ഡാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഡാർക്കാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ് വാല്യൂ ആണ്. ടോഗിൾ തീം എന്ന് പറയുന്നത് അതിനെ സ്വിച്ച് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ തീം പ്രൊവൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു. ഓക്കെ. എപ്പോഴും നമ്മൾ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറും സൃഷ്ടിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ app.js ഇല്ലേ, app.js പോയിട്ട് നമ്മൾ ഈ തീം പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്യണം. തീം പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന എല്ലാ കമ്പോണൻറ്റുകളെയും ഇതിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ, റാപ്പ് ചെയ്യണം. കാരണം അപ്പോഴേ ആ കോണ്ടെക്സ്റ്റിലെ ഡേറ്റ എല്ലാ കമ്പോണൻറ്റിലും അവൈലബിൾ ആയിരിക്കുള്ളൂ. കറണ്ട് തീം എന്താ ഏതാ ആ തീം സ്വിച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ കമ്പോണൻറ്റിലും കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പ്രൊവൈഡറിൻ്റെ അകത്ത് വേണം എല്ലാ കമ്പോണൻറ്റ് റാപ്പ് ചെയ്യാൻ. ഇനി നമ്മുടെ SRCക്കകത്ത് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിനെ നമുക്ക് കമ്പോണൻസ് എന്ന് വിളിക്കാം. ഓക്കെ. ഈ കമ്പോണൻസ് ഫോൾഡറിൻ്റെ അകത്ത് ആദ്യം നമ്മൾ navbar എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. navbar.jsx. ഇതിലേക്ക് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കിനെ വിളിക്കുന്നു. ഇമ്പോർട്ട് യൂസ് കോണ്ടെക്സ്റ്റ് ഫ്രം റിയാക്ട്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ആ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ്
നാവ് ബാർ. നമുക്ക് ഈ കമ്പോണൻറ്റിൽ നമ്മുടെ തീം കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത തീം കോണ്ടെക്സ്റ്റ് ഇല്ലേ, ആ തീം കോണ്ടെക്സ്റ്റ് നമ്മൾ നാവ് ബാറിലോട്ട് ഇത് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് കോണ്ടെക്സ്റ്റിൽ നിന്നും വാല്യൂസ്, അതായത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്നും വാല്യൂയെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈസ് ഡാർക്ക് എന്നുള്ളതും ടോഗിൾ തീം ഇതേതാണെന്നറിയാവോ? ഇതിൻ്റെ അകത്ത് കൊടുത്ത ഇത് ഈസ് ഡാർക്ക് ടോഗിൾ തീം ഇത് നമ്മൾ എടുക്കണം. ഈസ് ഡാർക്ക് ടോഗിൾ തീം എടുക്കണം. എങ്ങനെ എടുക്കേണ്ടത്? യൂസ് കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തീം കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. അതായത് നമ്മുടെ തീം കോണ്ടെക്സ്റ്റിൻ്റെ അകത്തോട്ട് നമ്മൾ തീം കോണ്ടെക്സ്റ്റ് ഡോട്ട് JSXൽ ചെയ്തത് എന്താ, അതിൽ കുറച്ച് ഡേറ്റയും ഇട്ട് വെച്ചു. ഒരു ഡേറ്റ ഈസ് ഡാർക്ക് എന്ന് പറയുന്ന ഡേറ്റ ഇട്ട് വെച്ചു, ഒരു ഫങ്ഷൻ ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തേക്ക് ഈ ഡേറ്റയും ഫങ്ഷനും പോയി. ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ഇവിടെ. യൂസ് കോണ്ടെക്സ്റ്റ്, തീം കോണ്ടെക്സ്റ്റ്, അതിൻ്റെ അകത്തെ ഈസ് ഡാർക്കും ടോഗിൾ തീമും നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്നും റിട്ടേൺ നമുക്കൊരു നാവ് ബാർ റിട്ടേൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു H1 ടാഗ് കൊടുക്കാം. യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ. ഇവിടെ നമ്മളൊരു ബട്ടൺ കൊടുക്കുകയാണ്. ബട്ടൺ, അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. സ്വിച്ച് ടു എന്ന് കൊടുക്കുന്നു. ഈസ് ഡാർക്ക് ആണെങ്കിൽ ലൈറ്റും അല്ലെങ്കിൽ ഡാർക്കും മോഡിലേക്കാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതായിട്ട് ബട്ടൻ്റെ ടെക്സ്റ്റ് മാറും. സ്വിച്ച് ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് ഡാർക്ക് ആണോ നോക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാർക്ക് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ ക്ലിക്ക് ഇവൻറ്റിലേക്ക് നമ്മൾ ആ ടോഗിൾ തീമും കൂടി പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നാവ് ബാറിൻ്റെ അകത്ത് ഈ തീം സ്വിച്ച് ചെയ്യാനുള്ള ബട്ടണും അതിൻ്റെ ഫങ്ഷണാലിറ്റിയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഈ നാവ് ബാർ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. app.jsൽ ഇമ്പോർട്ട് നാവ് ബാർ. എന്നിട്ട് ഈ തീം പ്രൊവൈഡറിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നാവ് ബാർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടണും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞൊരു content.jsx എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ തീം കോണ്ടെക്സ്റ്റും കൂടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്പോർട്ട് കോൺസ്റ്റ് കണ്ടൻറ്റ്. ഇതിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഈസ് ഡാർക്ക് എന്ന് പറയുന്ന ആ ഡേറ്റ ഇവിടെ നമുക്ക് എടുക്കണം. അപ്പോൾ യൂസ് കോണ്ടെക്സ്റ്റ് തീം കോണ്ടെക്സ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ആ ഈസ് ഡാർക്ക് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒരു div ആണ്. divൽ നമ്മൾ എഴുതുന്നത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചസ് വിത്ത് തീം. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് കളർ. ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റ് കളറും തീം അനുസരിച്ച് ചേഞ്ച് ആകും എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ divലോട്ട് നമ്മൾ സ്റ്റൈൽ കൊടുക്കണം.
നമ്മൾ തീമാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ തീം ഡാർക്കും ലൈറ്റും മാറുമ്പോഴത്തേക്കും അവിടെ മാറുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറുമാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കുന്നത് ഈസ് ഡാർക്ക് ആണോ നോക്കുന്നു. ഡാർക്ക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് ആണ്, ഡാർക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്റ്റ് കളറാണ്. ടെക്സ്റ്റ് കളറ് ഡാർക്ക് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കണം, ഡാർക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് കളറ് ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ ഇതിനൊരു ഹൈറ്റ് കൊടുത്തേക്കാം. ഈ ഡിവിന് ഒരു 400 പിക്സൽ കൊടുത്തേക്കാം. വിഡ്ത്തും ഒരു 400 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് റെഡിയായി. അതിൽ ഡാർക്ക് ആണെങ്കിൽ നമ്മൾ ഈ ഡിവിന് ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറും ഡാർക്ക് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ app.js പോയിട്ട് ഇമ്പോർട്ട് കണ്ടൻറ്റ് ഫ്രം കമ്പോണൻസ് കണ്ടൻറ്റ്, എന്നിട്ട് നമ്മളിവിടെ കണ്ടൻറ്റ് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ട യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ്. ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരാം. യൂസ് കോണ്ടെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് ടു ഡാർക്ക് മോഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് കളർ ചേഞ്ചസ് വിത്ത് തീം. ഇപ്പം ഞാൻ സ്വിച്ച് ടു ഡാർക്ക് മോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായി? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കറുപ്പായി, ടെക്സ്റ്റ് കളർ എന്തായി? വെള്ളയായി. ഇതാണ് തീം സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് കണ്ട സ്വിച്ച് ടു ലൈറ്റ് മോഡായി. ഇപ്പോൾ ലൈറ്റ് മോഡ് ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ എന്തായി? ലൈറ്റ് മോഡിലേക്കായി. മനസ്സിലായോ? സ്വിച്ച് ടു ഡാർക്ക് മോഡ്, ഇപ്പോൾ ഡാർക്ക് മോഡായി, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കായി, ടെക്സ്റ്റ് കളർ വൈറ്റായി. സ്വിച്ച് ടു ലൈറ്റ് മോഡ്, ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റായി, ടെക്സ്റ്റ് ഡാർക്കായി. അപ്പം നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തീം സ്വിച്ചിങ് ചെയ്തു. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ വീഡിയോയിൽ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എന്താണെന്നാണ് നോക്കിയത്. യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോബ് ഡ്രില്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരൻറ്റിൽ നിന്നും ചൈൽഡിലേക്കും പിന്നെ അതിൻ്റെ ചൈൽഡിലേക്കും പാസ് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഡേറ്റ ഇട്ട് വയ്ക്കും. കോണ്ടെക്സ്റ്റിൽ ഇട്ട് വയ്ക്കുന്ന ഡേറ്റ എല്ലാ സ്ഥലത്തും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം തീം context.jsx എന്ന് പറയുന്ന ഒരു ഫയലിൽ നമ്മളൊരു ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് റിയാക്റ്റിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു തീം കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് തീം പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈസ് ഡാർക്ക് എന്ന് പറയുന്ന ഒരു വാല്യൂ അതിൽ വെച്ചിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ അകത്ത്. ടോഗിൾ തീം എന്ന് പറയുന്നത് ആ ഈസ് ഡാർക്കിനെ സ്വിച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊവൈഡർ റിട്ടേൺ ചെയ്തു. തീം context.provider വാല്യൂ തീം കൊടുത്തു. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പോണൻസ്. അങ്ങനെ തീം പ്രൊവൈഡർ, അതായത് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ആദ്യം സൃഷ്ടിക്കണം. നമ്മുടെ ആ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിന് ഇവിടെ പേര് തീം പ്രൊവൈഡർ എന്നാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ app.jsൽ വിളിച്ചിട്ട് നമ്മുടെ ഏതൊക്കെ കമ്പോണൻറ്റുകൾ കാണിക്കുന്നുണ്ടോ അതിനെ ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഇതായിരിക്കണം പുറത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു നാവ് ബാർ കമ്പോണൻറ്റ് സൃഷ്ടിച്ചു. അവിടെ നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എടുത്തു. എന്നിട്ട് തീം കോണ്ടെക്സ്റ്റിൽ നിന്നും ഈസ് ഡാർക്കും ടോഗിൾ തീമും വാല്യൂവും ഫംഗ്ഷനും എടുത്തു. എന്നിട്ട് ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ ടോഗിൾ തീം പാസ് ചെയ്തു. എന്നിട്ട് ബട്ടൻ്റെ ടെക്സ്റ്റ് ഈസ് ഡാർക്ക് അനുസരിച്ച് മാറുന്ന പോലെ എഴുതി. പിന്നെ കണ്ടൻറ്റിൻ്റെ അകത്തും നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തീം കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്തു. ആ തീം കോണ്ടെക്സ്റ്റിൻ്റെ അകത്തെ ഈസ് ഡാർക്ക് വാല്യൂ എടുത്തിട്ട് ആ ഈസ് ഡാർക്ക് വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റ് കളറും കാണിക്കുന്നു. ഇതാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ആ കോണ്ടെക്സ്റ്റിലെ ഡേറ്റ ഉപയോഗിക്കാനും ഏത് കമ്പോണൻറ്റിലും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. മനസ്സിലായോ?
കണ്ടൻറ്റ് കമ്പോണൻറ്റിൽ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു, യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഡേറ്റ എടുക്കുന്നു. നാവ് ബാറിലും യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്ന് ഡേറ്റ എടുക്കുന്നു. അപ്പോൾ പ്രോബ് ഡ്രില്ലിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇതാണൊരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ. ആ റിയൽ ലൈഫ് ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്തത്. അത് 5 മിനിറ്റ് പഠിപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങളിത് പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. റിയാക്ട് പഠിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.